ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹി പ്രിയങ്കരനായ പ്രിയപ്പെട്ട സിദ്ദീഖ് ബേക്കൽ, വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കൾ, പ്രിയപ്പെട്ട ടി ഡി കബീർ, അതുപോലെ PM മുനീർ, ജലീൽ സാഹിബ്, അതുപോലെ ആദരണീയരായ കുഞ്ഞാം സാഹിബ്, SP സലാഹുദ്ദീൻ സാഹിബ്, അതുപോലെ സുഹൃത്ത് അഷ്റഫ്, അതുപോലെ പ്രിയങ്കരനായ സുഹൃത്ത് അഫ്സൽ റഹ്മാൻ, ഈ ചടങ്ങിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾ മുജീബ് കമ്പാർ, അതുപോലെ വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട എല്ലാ പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യം. അടുത്ത മാസം 10, 11, 12 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ സംഗമിക്കുകയാണ്. അതിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് മൊഗ്രാൽ പുത്തൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കുട്ടികൾ ഇന്ന് വൈകിട്ട് നടത്തിയ പ്രകടനം നേരിൽ കാണാൻ സാധിച്ചു. വളരെ സന്തോഷം തോന്നി. മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാൻ എൻ്റെ എല്ലാ സന്തോഷവും കൃതജ്ഞതയും അവരെ അറിയിക്കാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ മൊഗ്രാൽ പുത്തൂരിൽ മുസ്ലിം ലീഗിന്റെ ജനസ്വാധീനം നാട്ടുകാരായ നിങ്ങളോട് മലപ്പുറത്തുകാരനായ ഞാൻ പറയുന്നത് അനുചിതമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തേക്കാൾ അപ്പുറം എന്റെ കൽബിൽ ലീഗ് തിളങ്ങി നിൽക്കുന്നത് കാസർഗോഡ് വരുമ്പോഴാണ് എന്ന് ഞാൻ മലപ്പുറത്തോട് പറയാറിയാണ്. ഈ ആവേശം കെടാതെ മങ്ങാതെ ഈ ഇജ്ജത്ത് അല്ലാഹു എന്നും നിലനിർത്തുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ലിയർ ഞാൻ ആത്മാഭിമാനം ഉയർത്തുക, രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച ചെയ്യുന്നത്. രാജ്യത്തിന്റെ അഭിമാനം കാക്കുക എന്നുള്ളത് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗാണ് പറയുന്നത്. അതിന്റെ യുവജന സംഘടനയാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ ലീഗ് ഒരു വലിയ പാർട്ടിയൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്തെ ലീഗുകാരന്റെ തലകെട്ടി നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് നമുക്ക് ബോധ്യമാകും. ഇന്ന് നമ്മുടെ രാജ്യസ്ഥിതി എന്താ? നാസർ, ടീറ്റോയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എന്ന ത്രിമൂർത്തികളുടെ പേര് കേൾക്കുമ്പോൾ ഇന്ത്യ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായി.
ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് കോംപ്രമൈസ്ഡ് കൺട്രി, മസ്ലഹത്തിന്റെ രാജ്യം എന്ന പേരിലായിരുന്നു. ഇന്ത്യയുടെ ചേരിചേരാ നയം, എവിടെ പ്രശ്നമുണ്ടാകുന്നുവോ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി വരുന്ന ഇന്ത്യയുടെ കാഴ്ച, ഫലസ്തീനിൽ കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് മരുന്നും ഭക്ഷണവും കൊണ്ടുപോകുന്ന ഏർപ്പാട് മറ്റു രാജ്യങ്ങൾക്കൊക്കെ മാതൃകയാമാണ് നമ്മുടെ രാജ്യം നിലനിർത്തി പോന്നിരുന്ന ഒരു പാരമ്പര്യമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മസ്ലഹത്തിന്റെ രാജ്യം എന്ന് അഭിമാനം കൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യ ഇന്ന് റീജിയണൽ പുള്ളി, മേഖലയിലെ പോക്കിരി എന്ന അർത്ഥത്തിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലെ ഒരു രാജ്യം വേറെ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഒറ്റ സംസ്കാരം, ഒരു ഭരണഘടനാ രീതി, ഒരു ഭാഷ, ഒരു ശൈലി. പക്ഷെ ഇന്ത്യയിലല്ല. ഇന്ത്യ മതത്തിൽ പലതാണ്, ജാതിയിൽ പലതാണ്, വർഗത്തിൽ പലതാണ്, വർണ്ണത്തിൽ പലതാണ്, ഭാഷയിൽ പലതാണ്, വേഷത്തിൽ പലതാണ്. ഇത്ര വൈരാഗ്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു നാട് വേറെയില്ല. കേരളത്തിൽ തന്നെ അങ്ങേ തലയിൽ സംസാരിക്കുന്ന ശൈലിയല്ല എന്നേ തലയിൽ. പലപ്പോഴായി നമുക്കത് ബോധ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ആയുധം കൈയാളിയാൽ കയ്യിലേന്തി രാജ്യത്ത് നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് അതിനെ പ്രത്യേകം നിരീക്ഷിക്കുക പതിവാണ്. എന്നാൽ രാജ്യക്കാർക്ക് അവരുടെ കൃപാണം, അവരുടെ വാൾ ഉറയിലിട്ട് കയ്യിലേന്തി അല്ലെങ്കിൽ കൈവശം വെച്ച് പാർലമെന്റിന്റെ അകത്തു വരെ വരാനുള്ള സ്വാതന്ത്ര്യം, അത് അവരുടെ മതപരമായ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അങ്ങനെയുള്ള ഇന്ത്യ ഇന്നും ഒരു ഇന്ത്യയായി നിലനിൽക്കുന്നു എന്നുള്ളത് ആശ്ചര്യജനകമാണ്, കൗതുകപരമാണ്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്നുള്ളത് മുസ്ലിം ലീഗിന് പുതിയ ഒരു പറച്ചിലിന്റെ ആവശ്യമില്ല. മുസ്ലിം ലീഗിന്റെ ശില്പിയായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ പോയ ലോകം ധന്യമാക്കട്ടെ. അദ്ദേഹം സ്വന്തം പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി തുകൽ ഫാക്ടറിയുടെ ഉടമസ്ഥനായ ഇസ്മായിൽ സമൂഹത്തെ സേവിച്ചു എന്ന കാരണത്താൽ ഇന്ന് ഫഖീറാണ്. അതുകൊണ്ട് ഖാലിഖായ റബ്ബ് എന്റെ കയ്യിൽ അമാനത്തായി തന്നിട്ടുള്ളത് എന്റെ ഏകമകൻ ഇയാഖാനാണ്, എന്റെ പൊന്നുമോൻ, എന്റെ സ്വന്തം മോൻ. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചാൽ ഈ ഇസ്മായിൽ അതിൽ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞ് ഹിബ്ബുൽ വത്നി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തിയത് നാം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തുകൊണ്ട് പാർലമെന്റിൽ വലിയ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കുകയാണ്. അന്ന് രാജ്യസഭാംഗമായ ബീവി അബ്ദുള്ള കോയ സാഹിബ് എണീറ്റു. ചർച്ചക്കിടയിൽ അയാൾ എണീറ്റു, അദ്ദേഹം എണീറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യം വിദേശിക്കെതിരെ യുദ്ധത്തിന് പോയ ആ പട്ടാളക്കാരുടെ ചാർട്ട് ഉണ്ടോ രാജ്യത്തിന്റെ കയ്യിൽ? എങ്കിൽ നിങ്ങൾ ആ പട്ടിക ഒന്ന് പരിശോധിക്കുക. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് കാണാം, മായീൻ സൺ ഓഫ് ബംഗാളി വീട്ടിൽ അബ്ദുള്ള കോയ. മായീൻ സൺ ഓഫ് ബംഗാളി വീട്ടിൽ അബ്ദുള്ള കോയ. അത് എന്റെ കുട്ടിയാണ്. അങ്ങനെ അവനാന്റെ മക്കളെ യുദ്ധത്തിന് പറഞ്ഞയച്ച പാരമ്പര്യമുള്ള ഒരാൺകുട്ടി ഈ മജ്ലിസിലുണ്ടോ എന്ന് ചോദിച്ച് മഹാനായ ബീവി അബ്ദുള്ള കോയ സാഹിബ് വിരൽ ചൂണ്ടുന്ന സമയം സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായി. എന്റെ പൊന്നു സിയച്ച്, നമ്മുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവരോട് എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പദപ്രയോഗം, ഒരു വാക്യം. അതെന്താണ്?
അതിങ്ങനെയാണ്. എന്റെ കരളിന്റെ ഘട്ടമായ അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദാ ശരീഫ് ഉൾപ്പെട്ട നാടാണ് സൗദി. ആ സൗദി ഇന്ത്യക്കെതിരെ ഒന്ന് അനാവശ്യമായിട്ടൊന്ന് വാളോങ്ങിയാൽ ഇന്ത്യ മഹാരാജ്യം സൗദി രാജാവിനെതിരെ തിരിച്ചു നിർത്തിയിട്ടുള്ള പീരങ്കിയുടെ കാഞ്ചി വലിക്കുന്നത് പാണക്കാട്ട് തങ്ങളെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ സമുദായം സുസജ്ജമാണ്. ഹബ്ബുൽ വതുനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഞങ്ങൾ വെറും വർത്തമാനത്തിലല്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഈ രാജ്യത്തിന് ലീഗ് ചെയ്ത നന്മ എന്താണ്? കാശ്മീരിലെ മുസ്ലിമിനെ പോലെ, യുപിയിലെ മുസൽമാനെ പോലെ രാജ്യത്തിനൊരു ഭാരമാക്കി മാറ്റിയില്ല, ആഭ്യന്തര വകുപ്പിന്റെ നോട്ടപ്പുള്ളിയാക്കിയില്ല, ജുഡീഷ്യറിയുടെയും പോലീസുകാരുടെയും കണ്ണിലെ കരടായി മാറിയില്ല. ലീഗിൽ സ്വാധീനമുള്ള കേരളക്കരയിൽ നമ്മൾ കാണിച്ച മാതൃക എന്താണ്? നമ്മൾ കാണിച്ച മാതൃക ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും മതപ്രവർത്തനവും നടത്തിയെന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുകയാണ്, SDPIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദീൻ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് RSS ഈടക്കെടുത്തൊരു മാർച്ച് നടത്തി. എന്തേ അതുപോലൊരു മാർച്ച് പൊന്നാനി മഅൂനത്തിലേക്ക് കടന്നു വരാതെ പോയി എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്താ കാര്യം? അതിന്റെ പ്രസിഡന്റ് ദിനേന പേര് മാറ്റുന്ന സംഘടനയുടെ വക്താവല്ല. അതിന്റെ പ്രസിഡന്റ് ദിനേന പെരുമാറ്റം നന്നാക്കി കാണിക്കുന്ന ഒരു നേതാവാണ്. ആറ്റപ്പൂത്തങ്ങൾ ഹൈദരലി തങ്ങൾ പ്രസിഡന്റായ പൊന്നാനി മഅൂനത്തിനെ ആളുകൾ മനസ്സിലാക്കി എങ്ങനെ രാജ്യത്തിന്റെ ആദരവും മര്യാദയും പാലിച്ചാണ് ആ സ്ഥാപനം അവിടെ നടത്തുന്നത്. അനധികൃതമായിട്ടല്ല, രാജ്യം അനുവദിച്ചു തന്ന നല്ല സ്വാതന്ത്ര്യം, ആ പ്രാണവായു നന്നായി ശ്വസിച്ച് നന്നായി നടന്നുകൂടെ, നന്നായി ജീവിച്ചുകൂടെ? ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ് എന്ന് നാം പറഞ്ഞപ്പോ അന്ന് ഈ വില്ലാളി വീരന്മാർ മുഴുവനും പറഞ്ഞു ബാലറ്റ് അല്ല ബുള്ളറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ ഇച്ഛാശക്തി നേടിയാൽ, നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ യതീമക്കൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നത് പാസ്സാക്കാൻ കഴിയും, യതീംഖാനയെ സഹായിക്കാൻ കഴിയും, മദ്രസക്ക് തടസ്സമുള്ളത് നീക്കാൻ സാധിക്കും, മദ്രസ തടസ്സമാകുന്ന രീതിയിൽ സ്കൂൾ ആരംഭിക്കുന്നത് നിർത്താൻ സാധിക്കും. അങ്ങനെ മറ്റു സമുദായങ്ങളെ ഉറപ്പിക്കാതെ, അവരെ പ്രകോപിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ സമാജത്തിന്റെ വക്താക്കൾ നാട്ടിൽ കഴിയേണ്ടത് എന്ന് അതിന്റെ അദബും മര്യാദയും കാണിച്ച് ഉയർന്നു ചിന്തിച്ചപ്പോൾ ഉയരത്തിൽ പറക്കാൻ സാധിച്ച നാടാ കേരളം. മാലിക് ദിനാറും അനുയായികളും കടന്നു വന്നപ്പോ ഈ നാട്ടിലുണ്ടായ സംഭവം അതിന്റെ തെളിവാണ്. നമ്മുടെ നാടിന്റെ ഒരു മഹനീയ പൈതൃകമതാണ്, പാരമ്പര്യമാണ്. ശ്രീ ശങ്കരന്റെ നാടാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടാണ്. ഇവിടെ മാലിക് ദിനാറും അനുയായികൾ കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുക്കുകയും കിടക്കാൻ പായ കൊടുക്കുകയും ചെയ്ത ഹൈന്ദവർ, ആ ഹൈന്ദവരോട് ഈ പച്ചക്കൊടി പിടിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഞങ്ങൾ പെരുമാറിയപ്പോ ഞങ്ങളെ കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടായില്ല. ഞങ്ങൾ വഴിവിട്ട മാർഗത്തിൽ കടന്നുപോയില്ല. ക്ഷേത്രം അപായപ്പെടുന്ന ഒരു രംഗം താനൂരിൽ വരികയാണ്. താനൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രം അപായപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അന്ന് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ മുഹമ്മദ് സാഹിബ് ഫോൺ ചെയ്ത് ആദ്യം വിളിക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 0483 എന്ന കോഡടിച്ച് മുഹമ്മദ് സാഹിബ് ഫോൺ ചെയ്യുമ്പോൾ അങ്ങേ തലയിൽ ഫോൺ എടുക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ ചോദിച്ചത് എന്താ? മുഹമ്മദ് സാഹിബ് അലിയുടെ ക്ഷേത്രവായപ്പെടുത്തുന്നു തങ്ങളെ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അവിടെ നമ്മളെ കുട്ടികൾക്ക് എന്താ പണി എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് അവിടെ എന്താ പണി എന്നാണ്. ക്ഷേത്രത്തിന് കാവൽ നൽകാൻ സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ അനുയായികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അമീർ നമ്മുടെയൊക്കെ
സൗഭാഗ്യമാണ്. പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഓംകാര വിളികളും ഓശാനപ്പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞു നമ്മുടെ നാട്ടിൽ. ഇവിടെ ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാരത്താലപ്പുള്ള നിസാർ അഹമ്മദും കുരിശു ധരിച്ച കുര്യാക്കോസും ഒരുമ്മ പെറ്റ മക്കളെ പോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ കേരളത്തിൽ കഴിഞ്ഞു. കടിച്ചു കീറിയും പോയില്ല, സ്ഥാപനങ്ങൾക്കെതിരായില്ല. തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ബാങ്കുകളില്ലാത്ത പള്ളികളാണ് ഇന്ന് ധാരാളം. ഈ ബലിപെരുന്നാളിൽ തന്നെ കൗതുകപരമായിരുന്നു പള്ളികളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ബോർഡുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു. ജയലളിത മുഖ്യമന്ത്രിയായ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ കൂടല്ലൂർ കഴിഞ്ഞപ്പോ അവിടെയുള്ള മസ്ജിദുകൾക്ക് മുമ്പിൽ കാണുന്ന ബോർഡും നമ്മുടെ നാട്ടിലെ ബോർഡും വ്യത്യാസം. അവിടെയുള്ള മസ്ജിദിന്റെ മുന്നിൽ കണ്ട ബോർഡ് ഈ പള്ളി പരിസരത്ത് ആരെങ്കിലും ബലിയറുക്കുന്നു എന്നറിഞ്ഞാൽ താഴെ നമ്പറിൽ വിളിച്ചറിയിക്കുക, ശിവസേനയുടെ നമ്പർ. ഈ പള്ളി പരിസരത്ത് എവിടെയെങ്കിലും ബലിയറുക്കുന്നു എന്നറിഞ്ഞാൽ താഴെ നമ്പറിൽ വിളിച്ചറിയിക്കുക. എന്നാൽ കേരളത്തിലെ പള്ളിയുടെ മുമ്പിലെ ബോർഡ് എന്താണ്? കേരളത്തിലെ പള്ളിയുടെ മുമ്പിലുള്ള ബോർഡ് ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക. പുതിയതാണ്. ആലോചിച്ച് നോക്കണം, ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരോട് നമ്മൾ എങ്ങനെയാ കഴിയുന്നത്? പ്രകോപനത്തിന്റെ ശൈലിയല്ല. മാർക്സിസ്റ്റ് പാർട്ടി ബിജെപിയുമായുള്ള തർക്കത്തിൽ പറയുന്നത് പാടത്തെ പണിയെങ്കിൽ വരംകൂലി എന്നാണ്. എന്നാൽ ഈ പച്ചക്കൊടിയുടെ അമരക്കാരൻ ആറ്റപ്പുത്തങ്ങൾ പറയുന്നത് ദുന്യാവിൽ പണിയെടുത്താൽ ആഖിറത്തിൽ കൂലി എന്നുള്ള മാന്യമായ മുദ്രാവാക്യം. അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്തു പോകുന്ന ശൈലി അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉയർന്നു ചിന്തിച്ചപ്പോൾ കേരളീയ ന്യൂനപക്ഷത്തിന് ഉയരത്തിൽ പറക്കാൻ സാധിച്ചു. ന്യൂനപക്ഷ രാഷ്ട്രീയം കനകം വിളയിച്ച മണ്ണായി കൈരളി. ഇവിടെ യതീംഖാനകളുണ്ട്, ഇവിടെ മദ്രസകളുണ്ട്. സഹോദര സമുദായങ്ങൾക്ക് ഒരു ഉറപ്പില്ല. ദീൻ വിശ്വസിക്കുന്ന സ്ഥാപനത്തിലേക്ക് ബിജെപിയുടെ മാർച്ച് വരുന്നു എന്ന് കേൾക്കുമ്പോ ആ സമയത്ത് തന്നെയാ നമ്മൾ ഈ കഥയും കേൾക്കേണ്ടത്. ഏതാണ് ആ കഥ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടത്തിൽ വന്ന് പട്ടുട ചാർത്തി പോവുകയാണ്. ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആശയക്കാരുണ്ടാകും. പക്ഷെ പറയട്ടെ, നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ഖബറിടത്തിൽ വന്ന് പോകുന്ന ഒരു ആദരവുണ്ട്. ആ ആദരവ് നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. രാജപ്രതാപത്തിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന അജ്മീരിന്റെ മണ്ണിൽ രാജാധിരാജനായ റബ്ബിന്റെ ദീൻ പ്രചരിപ്പിച്ച ഹസ്രത്ത് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി മഹാനവറുകൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാം മതാശ്ലേഷണം നടത്തിയ വ്യക്തിത്വമാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അദ്ദേഹത്തെ കാണുന്ന കാഴ്ചപ്പാട് എന്താണ്? ആദരവിന്റേതാണ്. ബിജെപി പോലും എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്, ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്? വഴിവട്ട മാർഗങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. വഴിവട്ട മാർഗങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം തീവ്രവാദാശയത്തിലേക്ക് പോയി രാജ്യത്തിനൊരു ഭീഷണിയായി നോക്കൂ. ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് നമ്മളൊക്കെ മൈലാഞ്ചിയിട്ട് ബിരിയാണി പാർക്കിൽ പോയിരുന്നപ്പോ കാശ്മീരിലെ കുട്ടിക്ക് മൈലാഞ്ചി ഉണ്ടായില്ല, പെരുന്നാൾ ഉണ്ടായില്ല. അവർക്ക് ബിരിയാണിയുടെ ഗന്ധമായിരുന്നില്ല, വെടിമരുന്നിന്റെ ഗന്ധമായിരുന്നു. അവർ പടക്കം പൊട്ടിച്ചില്ല, അതിന് പകരം അവർ വെടിയൊച്ചയുടെ കാതച്ചകൾ നിലക്കാത്ത ദിനരാത്രങ്ങളെ തള്ളി നീക്കി. അവിടുത്തെ മുഖ്യമന്ത്രി സമുദായത്തിൽ പറഞ്ഞ മെഹബൂബ മുഫ്തി. എന്തേ കേരളത്തിൽ സാഹചര്യം ഉണ്ടായത്? തങ്ങൾ, പുപ്പയത്തങ്ങൾ, കരലിന്റെ കഠിനമായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ മറ്റു മദാനിയായികളോട് സ്വീകരിച്ചൊരു നയനിലപാട് അത്ഭുതകൗതുകപരമാണ്. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്,
തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ടെ മണത്തല പള്ളിയുടെ മുമ്പിൽ ആഘോഷം നടക്കുമ്പോ ആ പള്ളിക്കുള്ളിൽ നിന്ന് വാദ്യമേളങ്ങൾ കുറച്ച് കാട് കാണുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് രണ്ട് സമുദായങ്ങൾ ഒരു വിഭാഗം തടുക്കാൻ, ഒരു വിഭാഗം ആഘോഷിക്കാൻ, ഹിന്ദു മുസ്ലിം കുഴപ്പമുണ്ടാകും എന്ന് കണ്ടപ്പോ അവിടെ ആദ്യം ഓടിയെത്തിയത് കേരള ഗാന്ധി കേളപ്പജിയാണ്. കേളപ്പജി പറഞ്ഞ ആരും കേട്ടില്ല. കേളപ്പജിയെ കൂക്കി വിളിച്ചു. അന്ന് സന്ദർഭവശാൽ എറണാകുളം ഭാഗത്തേക്ക് ഒരു പൊതുയോഗത്തിന് ബാപ്പുട്ടി തങ്ങളുടെ കാറ് പുതുപന്നാരി കഴിഞ്ഞ് വെളിയങ്കോട്ട് ഉമർഖാദിയുടെ പരിസരത്ത് നിന്ന് പോന്ന് നേരെ ചാവക്കാട് കടന്നു പോകുന്നു എന്ന വാർത്ത ഉത്തരവാദിത്തമായിട്ട് ആളുകൾക്ക് അറിയാം. അത് കേളപ്പജിക്കും അറിയാം. അധികമൊന്നും മൊബൈൽ ഫോൺ ഇറങ്ങാത്ത കാലത്ത്, തീരെ ഇല്ലാത്ത കാലത്ത്, അധികമൊന്നും ഫോണില്ലാത്ത കാലത്ത് ബാപ്പുട്ടി തങ്ങളുടെ അതുവഴി വരെയുള്ള യാത്ര കാത്തുന്നു കേളപ്പജി. തങ്ങളമ്പുരാൻ പറയാണ്, തങ്ങളമ്പുരാൻ കണ്ടില്ല ജനങ്ങൾ മടവാള് കൊലവാള് ഉയർത്തി പിടിച്ച് കലാപകലുഷിതമായ അന്തരീക്ഷം. എന്നെ ഇവർ കൂക്കി വിളിച്ചു. അങ്ങ് പറഞ്ഞാൽ ഈ ജനങ്ങൾ ശാന്തിയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നീളൻ കുപ്പായമായ നീണ്ട തലക്കെട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായി ജീവിച്ച് അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിയാണ് ആ രാജപ്രതാപി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അല്ലാഹുവേ, ആലോചിച്ച് നോക്കണം, ആ സദസ്സിൽ വരികയാണ്. എന്താ തങ്ങളുടെ തീരുമാനം? താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ 5 പേര് അവര് മാത്രം എനിക്കൊന്ന് കിട്ടണം. മുസ്ലിങ്ങളോടായി പറയുന്നു, ഹൈന്ദവരോടായി പറയുന്നു. അവരെ 2 കൂട്ടത്തിൽ നിന്നും അവരുടെ പ്രതിനിധികൾ 5 ആളും ചാവക്കാട് ടിബിയിലേക്കാണ് തങ്ങൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഇതിൽ 2 ആൾ, ബാക്കിയുള്ളവർ കേളപ്പജിയുടെ കാറിൽ, സൈക്കിളിൽ, ഇങ്ങനെയൊക്കെ ആയി. ടിബിയിൽ ഇരിക്കുമ്പോ ഈ കലാപങ്ങളും വേണ്ടാത്ത പണിയാണ്. മന്യനായ ബാപ്പുട്ടി തങ്ങളുടെ ഘനഗാംഭീര്യമുള്ള സ്വരം തങ്ങൾ കോപാകുലനായി. ഇതിനൊന്നും സമയം കളഞ്ഞാൽ നമുക്ക് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ ഇത് പഠിച്ചു വളർന്നാൽ ഭാവിയെ അപകടത്തിലാകും. 1-2 വർത്തമാനേ പറഞ്ഞുള്ളൂ. കുറച്ചു കഴിഞ്ഞാണ് താങ്കൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോ അസർ ഖളാ ആകാൻ പോകുന്ന സമയം. വാച്ചഴിച്ച് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ വുദു ചെയ്യാൻ പോയ തങ്ങൾ അല്പം കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ചു വന്നു. കേളപ്പജിയാണ് ചോദിച്ചത്, തങ്ങൾ ഇത്ര പെട്ടെന്ന് നിസ്കരിച്ചു പോന്നോ? ഇല്ല, അവിടെ വെള്ളമില്ല, വുദു ചെയ്യാൻ വെള്ളമില്ല. ആലോചിക്കണേ, ഒരു ആറിന്റെ പ്രവർത്തകൻ കേളപ്പജി ചരിത്രത്തിൽ പറയും, ഒരു കിണ്ടി വുദു ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് തങ്ങളുടെ കൈക്ക് ഒഴിച്ചു കൊടുത്ത സംഭവം ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം കേരളക്കരയിൽ ഉണ്ടാക്കിയത്? എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തങ്ങളെ കുറിച്ച് മാന്യതയെ പറയാനുള്ളൂ. KG മാരാർക്ക് നല്ലത് പറയാനുണ്ട്, EMS നമ്പൂതിരിപ്പാടിന് നല്ലത് പറയാനുണ്ട്, K കരുണാകരനും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ തങ്ങളെ കുറിച്ച് നല്ലത് പറയാനുണ്ട്. ഞങ്ങളുടെ നേതാക്കൾ ചെയ്ത പണി ദിനേന പേര് മാറ്റിയല്ല ചെയ്തത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറെ സംഘടനകളുണ്ട്. ഇന്നൊരു പേരാണെങ്കിൽ നാളെ ഒരു പേര്, നാളെ ഒരു പേരാണെങ്കിൽ മറ്റന്നാൾ വേറെ ഒരു പേര്. അവരാരാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറയാതിരിക്കാൻ കാരണം ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എങ്ങാനും അവര് പേര് മാറ്റിയാലോ എന്ന് കരുതിയിട്ടാണ്. അത്രക്കും പേര് മാറ്റുന്ന ലീഗ് അങ്ങനെയാണ്. ലീഗ് പെരുമാറ്റം യതീംഖാനകൾ ഉണ്ടാക്കി, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. മക്കളെ, യതീമക്കൾ കൂടുതൽ യതീംഖാന കേരളത്തിൽ. ഇവിടുത്തെ യതീംഖാനയിൽ ബെഞ്ചിൽ മക്കൾ ഇരുന്ന് തീർന്നു. ബെഞ്ച് ബാക്കിയാണ്, കുട്ടികളെ കിട്ടാനില്ല. അപ്പൊ യതീംഖാനക്ക് പെയിന്റ് അടിച്ചിരിക്കുന്നു. ദാറുൽ ഇസ്ലാം വൽ മസാജിദ്. യതീമുകൾക്കും മിസ്കീന്മാർക്കും ചേരാം.
അനാഥ അഗതി മന്ദിരം മലയാളം. ആലോചിക്കണം നിങ്ങൾ. ഈ സമയത്താണ് ഝാർഖണ്ഡിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, യുപിയിൽ നിന്നൊക്കെ യതീമക്കൾ ട്രെയിൻ കയറി കൊണ്ടുവരിക. എന്താ കാര്യം? ഇവിടെ നല്ല സാഹചര്യ പഠിക്കാൻ. ആ കുട്ടികൾ വരുമ്പോ ചാനലുകളൊക്കെ പെരുപ്പിച്ചു കാണിച്ചു മനുഷ്യക്കടത്താണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ അദ്ദേഹം പറഞ്ഞതെന്താ? മനുഷ്യക്കടത്ത് തന്നെ. എന്താ കാര്യം? അച്യുതാനന്ദൻ അങ്ങനെയാണ്. സമുദായത്തിനെതിരെ ഒരു ഹർഫ് ഉച്ചരിക്കുമ്പോ 2 ശ്രദ്ധിച്ചിട്ടാ പറയാ. അത് അച്യുതാനന്ദന്റെ ഒരു ശൈലിയാണ്. നമ്മള് ഈ രാജ്യത്തെ കാണിച്ച മാതൃക എന്നുള്ളത് ഇത്തരത്തിലുള്ള നന്മകളാണ്. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അന്നും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഇതിനെതിരായിരുന്നു പലരും. അത് ഡോക്ടർ ഗഫൂർ, ഞാൻ ഓർക്കുകയാണ്, പ്രിയപ്പെട്ട എം.കെ. ഹാജി സാഹിബ് കോളറ ബാധിച്ച കാലത്ത് യതീമക്കളെ പിടിച്ചു കൊണ്ടുവന്ന് തിരുരങ്ങാടി യതീംഖാനയിൽ കൊണ്ടുപോയി ആക്കുക. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. ആ കൂട്ടത്തിലാണ് രാമൻ എന്ന് പറയുന്ന ഒരു കുട്ടി വളരുന്നത്. ആ യതീംഖാനയിൽ 10ാം ക്ലാസ് പാസ്സായി. ആ രാമൻ മാസ്റ്റർ അവിടെ തന്നെ പഠിപ്പിച്ചു. TTCക്ക് അധ്യാപകനാക്കി KP രാമൻ മാസ്റ്റർ എന്ന പേര്. ആ രാമൻ മാസ്റ്ററെ പിന്നീട് നമ്മൾ രാമ, നീ മറ്റുള്ളവരുടെ വാതിൽ മുട്ടേണ്ടവനല്ല, നിന്റെ വാതിൽ വന്ന് മറ്റുള്ളവർ മുട്ടട്ടെ. PSCയുടെ മെമ്പറാക്കി ആർക്ക് ആദ്യം ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള മഷി നിറച്ച പേന മുസ്ലിം ലീഗ് കൊടുത്തു രാമന്റെ കയ്യിൽ. PSC മെമ്പറാക്കി. ആ രാമനെ, രാമ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാരിച്ചു നിൽക്കേണ്ടവനല്ല, നിന്റെ മുമ്പിൽ വന്ന് മറ്റുള്ളവർ സല്യൂട്ട് ചെയ്യട്ടെ. നമ്മൾ ആ രാമനെ PSCയുടെ ആ രാമനെ കേരളത്തിന്റെ MLA ആക്കി. KP രാമൻ മാസ്റ്റർ MLA എന്ന പേരിൽ അദ്ദേഹം രാജ്യത്തെ ദളിതർക്കും പിന്നോക്കക്കാർക്കും ആവേശം. അന്ന് നമ്മെ കുറിച്ച് ആക്ഷേപമായിരുന്നു ഡോക്ടർ ഗഫൂർ പറഞ്ഞത്. ഇവരെയൊക്കെ പോറ്റുന്ന കാര്യത്തിൽ ഈ മുസ്ലിം ലീഗിനോ ബാഫഖി തങ്ങൾക്കോ CHനോ എന്താ ആത്മാർത്ഥതയാണ്? വല്ല ആത്മാർത്ഥതയുണ്ടോ? മഹാനായ CH പരപ്പനങ്ങാടി പുത്തരിക്കൽ മൈതാനത്ത് വന്ന് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. മിസ്റ്റർ ഗഫൂർ, അങ്ങ് ഞങ്ങളുടെ ആത്മാർത്ഥതയെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, എന്റെ നേതാവ് M.K. ഹാജിയുടെ താടി രോമം തുലാസിന്റെ ഒരു തട്ടിൽ. ഈ ഞായറാഴ്ച സേവകന്മാരുടെ മുഴുവൻ സേവനങ്ങളും തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ എന്റെ നേതാവ് M.K. ഹാജിയുടെ തുലാസിന്റെ തട്ട് കനം തൂങ്ങുമെന്ന് ഞാൻ ഈ മജ്‌ലിസിൽ ഉറപ്പ് തരികയാണ്. CHന്റെ വരികളാണ്. പിറ്റേ ദിവസം ഡോക്ടർ ഗഫൂർ മറുപടി പറയാൻ വന്നു. എന്താ ഗഫൂർ പറഞ്ഞത്? ഗഫൂർ പറഞ്ഞു, ഇവർക്കൊക്കെ ഈമാനിന്റെ കണിക പോലും ഇല്ല. അതിന് പിറ്റേ ദിവസം CH വന്നു. കാരണം CH പുലിക്കൂട്ടിൽ പോയി വെടിവെച്ച് ശീലിച്ച മഹാനാണ്. CH പിറ്റേ ദിവസം വന്നു. CHന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ ഗഫൂർ, അങ്ങ് ബാഫഖി തങ്ങളുടെയും പൂക്കോയങ്ങളുടെയും ഈമാനിന്റെ അളവ് നോക്കുന്ന കാര്യമായി സംസാരിച്ചു എന്നറിയാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ വകുപ്പ് താങ്കളുടെ തോളിലിട്ട് തന്നിരിക്കുന്ന ഈ സ്റ്റെതസ്കോപ്പ് ബാഫഖി തങ്ങളുടെയും പൂക്കോയങ്ങളുടെയും നാഡിമിടിപ്പ് പരിശോധിക്കാനുള്ളതാണ്, ഈമാൻ പരിശോധിക്കാനുള്ളതല്ല. എന്റെ കോയ സാഹിബിന്റെ സംസാരമാണ്. നമ്മളെ സമുദായത്തിനകത്തും പുറത്തും ശത്രുക്കളോട് നേരിട്ട് കൊണ്ടാണ് ഈ നന്മ മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കിയത്. നമ്മുടെ പതാക ഒരു സ്ഥലത്ത് പൊങ്ങിയാൽ അവിടെ ഉണ്ടാക്കലിന്റെ കൂടിയാലോചന, ഒളിക്കലിന്റെ ഗൂഢാലോചന ഇല്ല.
ഒരു ബൈത്തുർ റഹ്മാൻ വരും, ഓണക്കോടി വരും, CH സെന്റർ വരും, ഡയാലിസിസ് സെന്റർ വരും. നമ്മൾ ചെയ്യുന്നത് ആ നന്മയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കണ്ടില്ലേ നിങ്ങൾ, ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യുമ്പോ നമ്മൾ അവിടെ ഇടപെടുന്നു. പലരും ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? KT ജലീൽ പറയുന്നത് മതപണ്ഡിതന്മാരെല്ലാം ലീഗാണ് വർത്തമാനം പറയേണ്ടത്. കാരണം ജലീലിനും അറിയാം ഈ കാര്യത്തിൽ ലീഗ് പറഞ്ഞാൽ ആണുങ്ങളുടെ നിലപാട് കിട്ടും. കാരണം ഈ രാജ്യത്തെ ഉലമാ ഉമറ ഒന്നിച്ച് നീക്കുന്ന കാര്യത്തിൽ ഒരു പ്ലാറ്റ്ഫോമായി ഞങ്ങൾ എപ്പോഴും നിലനിന്നിട്ടുണ്ട്. ഇതുപോലൊരു കാലത്ത് സഖാവ് നമ്പൂതിരിപ്പാട് 2 പെണ്ണ് കെട്ടാൻ അള്ളാ പറഞ്ഞാൽ അള്ളാ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായി. ഈ വർത്തമാനം കേട്ടാൽ തോന്നാ നമ്മൾ ഇതിനു വേണ്ടി 2 കല്യാണത്തിന് വേണ്ടി മാത്രം നടക്കുകയാണ്, അതുപോലെ ത്വലാഖിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. അതാ രാജ്യത്തെ ചർച്ച. എന്നിട്ടെന്താ BJP മുത്തലാഖ് പൊളിച്ചെഴുതണം എന്നുള്ളതാണ്. കോടിയേരി പറയുന്നത് അത് തന്നെയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളെ കൂടെയാണ്. ബഹുരസാണ്. ഈ പെണ്ണുങ്ങൾ ഒരു കാലത്ത് പർദ്ദ ധരിക്കാൻ തുടങ്ങിയപ്പോൾ അത് പുരോഗതിക്ക് തടസ്സമെന്ന് പറഞ്ഞ ആളുകളെ പാർട്ടിയാ CPM. ഇപ്പോ മഹിളാ അസോസിയേഷൻ അവരുടെ മഹിളാ വിഭാഗ നേതാക്കൾ പറഞ്ഞു പർദ്ദ പുരോഗതിക്ക് തടസ്സമാണ്. അന്നെങ്ങാനും അത് കേട്ട് ഇന്ത്യ രാജ്യത്തെങ്ങാനും പർദ്ദ നിരോധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പർദ്ദ ഇല്ലായ്മ കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക TP വധക്കേസിലെ സഖാവ് കുഞ്ഞനന്ദൻ ആകുമായിരുന്നു. കാരണം പർദ്ദ ഉണ്ടായത് കൊണ്ടാണ് അയാൾ 5 ദിവസമെങ്കിലും കട്ടിലിന്റെ ചുവട്ട് ഒഴിച്ചിരുന്നത്. അയാൾക്കത് ഉപകാരപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവരെല്ലാം. KT ജലീൽ കുറിച്ച് കടന്നു പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ആരും അത് വേണ്ട വിധം ചർച്ച ചെയ്തിട്ടില്ല. ഇത് ലീഗിന്റെ നിയമമല്ലല്ലോ ഈ മുത്തലാഖ്. 3 ത്വലാഖ് എന്നുള്ളത് പടച്ചവൻ നേരത്തെ വെച്ചതാണ്. ആ നേരത്തെ വെച്ച നിയമത്തെ പൊളിച്ചെഴുതാൻ നമുക്ക് ആർക്കും സാധിക്കും. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ ഖുത്ബത്തുൽ വദാ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന് പറഞ്ഞ ഇന്നേ ദിവസം ഇതിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യം പിന്നെ കൂട്ടിക്കിഴക്കൽ, പിന്നെ കൂട്ടാനോ കിഴിക്കാനോ നമുക്ക് പാടില്ല. അത് ദൈവികമായ നയമാണ്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ 3 ത്വലാഖ് വെച്ചത് കൊണ്ടുള്ള മെച്ചം ആർക്കാണ്? എന്താ അതുകൊണ്ടുള്ള മെച്ചമെന്ന് ആരെങ്കിലും മനസ്സിലാക്കി? ഇവരൊക്കെ എതിർക്കുകയാണ്. എന്നാ സഖാവ് പിണറായിയുടെ മോള് കഴിഞ്ഞ ആഴ്ച ത്വലാഖ് വാങ്ങിയിരിക്കുന്നു. വീണ എന്ന് പറയുന്ന പെൺകുട്ടി ത്വലാഖിന് ആവശ്യപ്പെട്ട് കോടതിയോടെ നിൽക്കുന്നു. അപ്പൊ ത്വലാഖ് വേണമെന്നുള്ള അഭിപ്രായത്തിൽ പിണറായി ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെ 3 1 എന്നുള്ള കാര്യത്തിൽ ആ ജലീലടക്കമുള്ളവർക്ക് തർക്കം. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ദുർവ്യാഖ്യാനം ചെയ്യാണ് ഇതിനെ മുഴുവനും. ത്വലാഖ് തന്നെ എപ്പോഴാ വരുന്നത്? മാന്യനായ ഭർത്താവ് അദബ് കെട്ട ദുർനടപ്പുകാരിയുടെ പെണ്ണിന്റെ മേൽ എടുക്കേണ്ടുന്ന സ്വഭാവമാണ് ഈ ത്വലാഖ്. അല്ലാതെ കള്ളുകുടിയനായ മോശക്കാരനായ പോക്കിരി നല്ല പെണ്ണിന്റെ മേലെ ചാർത്താനുള്ളതല്ല ഈ ത്വലാഖ്. ഗത്യന്തരമില്ലാതെ വന്നാൽ പ്ലെയിനിലെ വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് പോലെ അത്യാഹിതം വന്നാൽ തുറന്ന് ചാടാനുള്ള വാതിലാണ്. അത് എപ്പോഴും തുറന്നിടാൻ പറ്റൂല. അപ്പൊ ഇത് അത്യാഹിത വിഭാഗം തുറന്ന് പറയില്ല, എപ്പോഴും തുറന്നിടാൻ പറ്റൂല. അത് വളരെ അത്യാവശ്യം വന്ന് കുടുങ്ങുകയും അതിലൂടെ ചാടുകയെ ഇനി ജീവിക്കാൻ വഴിയുള്ളതെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ മാത്രം തുറക്കാറുള്ള അങ്ങനെ ഒരു വാതിൽ കരുതില്ല. എപ്പോഴും തുറന്നിട്ടാലോ വിമാനം മര്യാദ പോകില്ലല്ലോ, എപ്പോഴും ത്വലാഖില്ലല്ലോ, ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. ഇതെപ്പോഴാ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഭർത്താവിന്റെ ഇടയിൽ ഭാര്യയായി ജീവിക്കുന്നവൾ പടച്ചോന് പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങൾ വല്ലതും കാണിച്ചാൽ ഇസ്ലാം പറയുന്നത് എന്താ?
വീണ എന്ന് പറഞ്ഞ സഖാവ് പിണറായിയുടെ മോള് ത്വലാഖ് വാങ്ങിയിരിക്കുന്നു. കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ടതാണ് ജലീലടക്കം. ഇവിടെ എവിടെയാ വിഷയം? ഇവിടെ പറയുന്നത് ആദ്യം ചെയ്യേണ്ട പണി ഉപദേശിക്ക്. ഇത് ശരിയല്ല മോളെ, ഈ പോക്ക് നല്ലതിനല്ല, കുട്ടികളെ കാര്യങ്ങൾ ഓർത്തിട്ടെങ്കിലും മാറുകയാണ് നല്ലത് എന്നൊന്ന് ഉപദേശിക്ക്. എന്നിട്ടും സ്വഭാവം മാറ്റുന്നില്ലേ? എന്നിട്ട് മാറ്റുന്നില്ലെങ്കിൽ കിടപ്പറയിൽ വടിയാനാ, വീട് വടിയാനല്ല, ഭർത്താവിന്റെ വീട്ടിൽ തന്നെ റൂം മാറാനാണ് നോക്കണേ. അപ്പോഴും ത്വലാഖില്ല. സാന്ദർഭികമായി പറയാ, രാഷ്ട്രീയക്കാര് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യാൻ, ഇത് നമ്മുടെ പെങ്ങൾക്ക് ഗുണാണോ അല്ലേ എന്ന് സമുദായം പഠിക്കേണ്ടിയിരിക്കുന്നു. മുത്തലാഖിനെ കുറിച്ച് പറയുന്ന ഇതുമായി യാതൊരു ബന്ധമില്ലാത്തവരും പഠിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ പഠിക്കാതെ വർത്തമാനം പറയരുത്. ആദ്യം ഉപദേശിക്കുക, അനുസരിച്ചില്ലെങ്കിൽ കിടപ്പറയിൽ വടിയ, എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ മുറിയാവാത്ത അടി. മോനെ പണിഞ്ഞാൽ ബാപ്പ അടിക്കുന്ന ഉമ്മ മോളെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ശാസിക്കുന്ന ചെറിയൊരു ഏർപ്പാട്, അല്ലാതെ അത് അതിന് വിടാൻ പാടില്ല. അതിന് നിയമമുണ്ട്. എന്നിട്ടും അനുസരിക്കുന്നില്ലേ? എന്നിട്ടും അനുസരിക്കുന്നില്ലേ? അല്ല, രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ വന്നൊരു ചർച്ച. ഇത് ശരിയല്ല മോളെ. അപ്പൊ പെണ്ണിന്റെ ആൾക്കാരെ പറയും, എന്താ അവളെ കുഴപ്പം? മാന്യന്മാര് വന്നാൽ, നീതിമാന്മാരായ മഹല്ലത്തിന്റെ മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ വന്നാൽ അവര് കേൾക്കും എന്താ ഉണ്ടായത്. ഒന്നുമില്ല, സീരിയല് കാണില്ല, വേറെ കഥാക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് പ്രശ്നമായി. അപ്പൊ വന്നോര് പറയും, മോളെ ആ ആൺകുട്ടി പറഞ്ഞതിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കൂല. അങ്ങനെ അവള് നേരാവട്ടെ, അല്ലാതെ അവളെ ഭാഗത്ത് നിന്ന് സംസാരിക്കല്ല, അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കണം. വന്നോര് അതിലും അവൾ വാശിക്കാരിയാണ്. അപ്പോഴാണ് അവിടെ പടച്ചോൻ പറയുന്നു, ഗത്യന്തരമില്ലാതെ വിമാനത്തിൽ പോകുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിന്, പിന്നെ കത്തും വിമാനം, പൊട്ടിത്തെറിക്കും, വേറൊരു മാർഗമില്ല എന്ന് തോന്നുമ്പോഴാണ് ആ വാതിലൂടെ പാരച്യൂട്ടിൽ ഇറങ്ങുക, അവസാനത്തെ കള്ളി. അതാണ്. അപ്പോ പരിശുദ്ധ ദീൻ പറയുന്നത്, മൂന്നെണ്ണം ഉണ്ടെങ്കിലും ഒറ്റൊന്നിൽ ചുരുക്കണം. മൂന്നെണ്ണം ഒന്നിച്ച് പറഞ്ഞാൽ മൂന്ന് സംഭവിക്കുന്നു. മൂന്നെണ്ണം പറയാതെ കാക്കണം. മൂന്നെണ്ണം പറഞ്ഞാൽ ഞാൻ അനർത്ഥം പറഞ്ഞു. മൂന്നെണ്ണം കഴിഞ്ഞാൽ യുദ്ധകാലവും കഴിഞ്ഞ് വേറൊരാള് വിവാഹം കഴിച്ച് പിന്നെ അയാൾ ഒഴിവാക്കിയതിന് ശേഷം ഇയാൾക്ക് എടുക്കാൻ പറ്റുന്നത് എന്തിനാന്നറിയാം? എന്റെ കുടുംബത്തിലുണ്ട് ഈ വിഷയം. മൂന്നാണ്ട് പറഞ്ഞു പോയി. അങ്ങനത്തെ പ്രശ്നത്തിൽ പെട്ടെന്ന് കൂട്ടാം. അപ്പൊ അയാൾക്ക് തോന്നുകയാണ് അവളെ തന്നെ സ്വീകരിക്കണം. രണ്ട് കുട്ടികളും അനാഥാകുന്നു, 3 കുട്ടികൾ അനാഥാകുന്നത് കാണുന്നു. അപ്പൊ അയാൾ നടന്ന റൂമിലുള്ള സുഹൃത്തുക്കളോട് പറയുന്നത്, മക്കളെ എനിക്കോ ഒരബദ്ധം പറ്റി. എന്ത്? മൂന്നെണ്ണം ഒന്നിച്ചിട്ടല്ലേ, ഒന്നും ചുരുക്കിക്കാളി. കാരണം എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയാൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. മുത്തലാഖ് എന്ന് കേൾക്കുമ്പോൾ പലരും പറയുന്നത് 3 ചവിട്ടാണ്. 3 ചവിട്ടുപടിയാണ്, 3 സ്റ്റെപ്പാണ്. ഒരു സ്റ്റെപ്പ് നിന്ന് തിരിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കയറാം. കുറ്റബോധം വന്നാൽ രണ്ടാമത്തേന്നും കയറാം, മൂന്നാമത്തേന്നും കയറാം. 3 ഡോറും കടന്നു കളയാ പിന്നെ യുദ്ധകാലം കഴിഞ്ഞാൽ നിവൃത്തിയില്ല. ഇങ്ങനെ വെച്ച ഈ ഒരു സംഭവം എന്തിനാന്നറിയാം? എന്നെങ്കിലും ഒരിക്കൽ കുട്ടിയോളെ ആലോചിച്ചിട്ട് തിരിച്ചു വരാനുള്ള സാവകാശങ്ങളാണ്. ഒറ്റ തലാഖിൽ തന്നെ എല്ലാം കഴിഞ്ഞു. ഏതുപോലെ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരും, ലൈൻ കട്ട് ചെയ്യും, ട്രാൻസ്ഫോമർ ബന്ധാക്കും. അപ്പൊ എന്താ ഉണ്ടാകുക? ജന്മത്തിൽ ഇരുത്തത്താം. പിന്നെ ഓൻ വെളിച്ചത്തേക്കേ വരില്ല. അതിന് വെച്ചതാണ് ഫൈന്. ഫൈന് മുത്തലാഖിന്റെ കാലയളവ്. അപ്പൊ ഒരാള് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ പറയും, സാരില്ല, ഫൈനോട് കൂടി അടക്കാൻ എത്ര ദിവസം ഒന്ന് നോക്കും. അങ്ങനെ നമ്മള് KSCB ഓഫീസിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ചോദിക്കും, ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? നല്ല ഒഴിവായിരിക്കും, അടക്കില്ല. ഫൈനോട് കൂടി അടക്കാൻ രസമാണ്. അങ്ങനെ ശീലിച്ച ആള് അവിടെ സ്വീകരിക്കുന്ന നയം ഇതാണ്, ഈ നിലപാടാണ്. ഇത് ആശ്വാസത്തിനാണ്. അതില്ല എങ്കിൽ എന്താ സ്ഥിതി? കഷ്ടം. മാത്രല്ല, ഒരു തുലാഖ് ചൊല്ലിയാൽ മുഴുകുടിയനായ ഭർത്താവാണ് എങ്കിൽ
പിന്നീട് അയാൾക്ക് തോന്നുകയാണ് കുടിയൊന്നും ഞാൻ മാറ്റൂല, പക്ഷേ നീ എന്റെ കൂടെ തന്നെ താമസിക്കണം. അപ്പൊ അവള് പറയണോ, ഇനി കള്ളുകൂടി എന്റെ കൂടെ ഞാൻ താമസിക്കുക. അവസാനത്തെ കൂട്ടുടാൻ ഓൾക്ക് കൊടുക്കുന്ന ഒരു സാവകാശമാണ് 3 ത്വലാഖ്. അങ്ങനെ പറഞ്ഞ പിന്നെ ഓന്റെ അടുത്തേക്ക് പോകണം, എല്ലാം പിന്നെ ഓനെ തെരഞ്ഞു വരാൻ പാടില്ല. മുത്തലാഖ് ആവശ്യപ്പെട്ട് വക്കീലിന്റെ അടുത്ത് പോകുന്ന പെണ്ണുങ്ങൾ. കാരണം എന്താ? ദുർനടപ്പുകാരനായ, മുഴുകുടിയനായ, മോശക്കാരനായ, അന്നെ കൊല്ലും പാതിരാവിൽ മണിയറയിൽ അല്ലെങ്കിൽ റൂമിൽ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനിൽ രക്ഷപ്പെടാൻ പെണ്ണുങ്ങൾ സ്വീകരിക്കുന്ന ഒരു അടവുകൂടിയാണ് ഈ കാര്യത്തിൽ ത്വലാഖ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുത്തലാഖ്. ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ, പഠിക്കാതെ എതിർക്കുകയാണ്. അപ്പൊ പിന്നെ വേറെ ചോദ്യം ചില ആളുകൾക്ക്, അതെന്താ പടച്ചവൻ പണ്ടെങ്ങോ